അതെ, ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. നിന്റെ ചെറുപ്പത്തിൽ നിനക്ക് ചുറ്റും ഒരുപാട് പേർ ഉണ്ടായിരിക്കുമെന്ന് നീ വിശ്വസിക്കാറുണ്ട് അല്ലേ? നിന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതായത് നിന്റെ കൂടെ കളിച്ചു നടക്കുന്നവർ, നിന്റെ കൂടെ ഉല്ലസിച്ച് നടക്കുന്നവരൊക്കെ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നീ വിശ്വസിക്കാറുണ്ട്. എന്നാൽ പതിയെ പതിയെ നിന്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് നിന്റെ ക്ലാസിന്റെ എന്താ പറയാ, ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് വരുമ്പോൾ രണ്ടിൽ നിന്നും ക്ലാസിന്റെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് തനിയെ തനിയെ മനസ്സിലായിക്കൊണ്ടിരിക്കും എൻ്റെ കൂടെ എല്ലാവരും എപ്പോഴും ഉണ്ടായിരിക്കില്ല എന്നത്. പിന്നെ നീ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, നിന്റെ പഠനം കഴിഞ്ഞ് നീ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പോൾ നിനക്ക് പൂർണ്ണമായി മനസ്സിലാകും എൻ്റെ കൂടെ പഠിച്ചവരൊന്നും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ല. പലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ബെഞ്ചിലിരുന്ന എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂട്ടുകാരികളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. കൂട്ടുകാരികളൊക്കെ പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് അല്ലെങ്കിൽ അവർ മറ്റൊരു ജോലി അന്വേഷിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കും. കൂട്ടുകാരന്മാരും അതുപോലെ സംഭവിക്കും. എന്നാൽ നമ്മളും അതുപോലെ ഒരു ജോലിയിൽ പ്രവേശിക്കും. പിന്നെ നമ്മൾ ജോലി സ്ഥലമായി നമ്മൾ നമ്മുടെ കൂട്ടുകാരെയും കൂട്ടുകാരികളെയും വർഷത്തിലൊരിക്കൽ പോലും നമ്മൾ കാണില്ല എന്ന് വന്നേക്കാം അല്ലേ, കണ്ടില്ല എന്ന് വന്നേക്കാം. പിന്നെ വർഷങ്ങളായി, പിന്നെ എത്രയോ വർഷങ്ങൾ നമ്മൾ അവരോട് സംസാരിക്കാതായി. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് കേട്ടോ, മനസ്സിലാക്കണം.